രേഖാമൂലം പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഇവിടെ കറണ്ട് പോകുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, ഇവിടെ ഇലക്ട്രിക് കത്തും, ഈ ലൈൻ കത്തുന്നുണ്ട്, നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പരിസരവാസികൾക്ക് എല്ലാം അറിയാം. അവർ വന്ന് കൊണ്ടുപോയി ഇത് കൊണ്ട് കാണിച്ച് അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ വന്ന് ഗവനിച്ചിട്ടില്ല. ഇപ്പൊ ഈ ജോയിന്റ് ആണ് 5 ജോയിന്റ് ആണ് ഈ കിടക്കുന്നത്. ഈ ഒരു 50 മീറ്ററിനകത്ത് 5 ജോയിന്റ് ആണ്. ഇന്നലെ മിനിയാന്ന് ഇവിടെ വന്ന് KCB ഇവിടെ വന്ന് വിളിച്ചു വന്നപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോയി. കാരണം KCBക്ക് ഇവർ വരുന്നവർക്കൊന്നും കൊടുക്കത്തില്ല, ഒന്നും കിട്ടാനുള്ള മാർഗ്ഗമില്ല. ഇവിടെ പാവത്തുങ്ങളാണ് താമസിക്കുന്നത്. ഇവിടെ ഈ കാലപ്പഴക്കം വന്ന കമ്പിയാണിത്. ഈ മരണ കാരണമെന്ന് പറയുന്നത് ഈ അടയ്ക്കാമരത്തിൽ ഈ ലൈൻ ഒരഞ്ഞ് കാലങ്ങളായിട്ട് പരാതി, നിരവധി തവണയുള്ള പരാതി, റിട്ടേൺ കംപ്ലൈന്റും അല്ലാതെ ടെലിഫോൺ സന്ദേശം വഴിയും അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പം ഇത് പരിപൂർണമായും 100% KSCBയുടെ അനാസ്ഥയാണ്. അതാണ് നാട്ടുകാർക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ അടയ്ക്കാമരം മുറിച്ചു മാറ്റാൻ ഇവിടെ വന്ന് ഞങ്ങൾ സമ്മതിച്ചില്ല. ഇത് മരണത്തിന് ശേഷമാണ് വന്നത്. മരണത്തിന് ശേഷമാണ് ഇവിടെ വന്നത്. ഇത് മുറിച്ചു മാറ്റാനായിട്ട് KCB വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിസരവാസികൾ എതിർത്തു, ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവിടെ കണക്ഷൻ കൊടുക്കാനായിട്ട് ഇവിടെ വന്നു. ഉച്ച കഴിഞ്ഞ് ഇവിടെ വന്നു. ഇതൊന്നും ഞങ്ങൾ സമ്മതിച്ചില്ല. ഒക്കത്തില്ലെന്ന് സമ്മതിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ, ഒരു കുടുംബം മൊത്തം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് വന്നിട്ട് താൽക്കാലികമായി വന്ന് ഇവിടെ വന്നേച്ച് അവരുടെ മുഖം രക്ഷിക്കുക എന്ന് പറയുന്ന നടപടിക്രമത്തോട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് യോജിപ്പില്ല. ഇതിന് പൂർണ്ണമായ ഉത്തരവാദി KSCB എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റാണ്. ഈ മരണം ആ കുടുംബത്തെ അനാഥമാക്കിയത്.